മേഘവിസ്ഫോടനത്തിൽ ഗ്രാമം ഒലിച്ചുപോയ ഉത്തരകാശിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 60-ലേറെ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 8 സൈനികരെയും കാണാതായി. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സേനാ വിഭാഗങ്ങളും ഹെലികോപ്റ്ററുകളും ഉടൻ ഉത്തരകാശിയിലെത്തും. മേഖലയിൽ അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സമുദ്രനിരപ്പിൽ നിന്ന് 8600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദരാലി ഗ്രാമമാണ് ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയത്. ദുരന്തത്തിൽ ഹോട്ടലുകളും വീടുകളും അടക്കം നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. NDRF, SDRF, കരസേന, ITBP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതേസമയം റോഡുകൾ തകർന്നതും മോശം കാലാവസ്ഥയും കുത്തനെയുള്ള ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദരാലിയിലെത്തി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. काफी ज्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है और कुछ पुल भी जो है क्षतिग्रस्त हो गए हैं. उसके कारण से वहां पर पहुंचना भी मुश्किल हो रहा है. മേഘവിസ്ഫോടനങ്ങൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഉത്തരാഖണ്ഡിൽ നൽകിയിരിക്കുന്നത്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് അടിയന്തരമായി മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിനും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുമായി ഉത്തരകാശി ജില്ലയ്ക്ക് 20 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. മീഡിയ 1, ഡൽഹി.